വീണ്ടും ചൈന ഫിലിപ്പീൻസ് സംഘർഷം. ദക്ഷിണ ചൈന കടലിൽ നങ്കൂരമിട്ടിരുന്ന തങ്ങളുടെ കപ്പലിലേക്ക് ചൈനീസ് കപ്പൽ മനഃപൂർവ്വം ഇടിച്ചുവെന്നാണ് ഫിലിപ്പീൻസിൻ്റെ ആരോപണം. ചൈനീസ് നാവികസേന ജലപീരങ്കി പ്രയോഗിച്ചു, കപ്പലിലേക്ക് ചൈനീസ് കപ്പൽ ഇടിച്ചു കയറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് ഫിലിപ്പീൻസ് ഉയർത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നടക്കുന്ന ദക്ഷിണ ചൈന കടലിലെ തിഡു ദ്വീപിനരികെയായിരുന്നു സംഭവം. ഫിലിപ്പീൻസിൻ്റെ ആരോപണത്തിന് മറുപടിയുമായി ചൈനയെത്തി. കൂട്ടിയിടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഫിലിപ്പീൻസിനാണെന്നാണ് ചൈനയുടെ അവകാശവാദം. ഫിലിപ്പീൻസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള BRP ദദു പഗ്വായ ഉൾപ്പെടെ 3 കപ്പലുകളാണ് ഫിലിപ്പീൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപിനരികിൽ നങ്കൂരമിട്ടിരുന്നതെന്നാണ് ഫിലിപ്പീൻസ് പറയുന്നത്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ കപ്പലുകൾ അവിടെ വിന്യസിച്ചത്. അവിടേക്കെത്തിയ ചൈനീസ് കപ്പൽ BRP ദദു പടുവായ്ക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് ചൈനീസ് കപ്പൽ ഫിലിപ്പീൻസ് കപ്പലിലേക്ക് ഇടിക്കുകയുമായിരുന്നുവെന്നും ഫിലിപ്പീൻസ് ആരോപിക്കുന്നു. ഫിലിപ്പീൻസ് സർക്കാരിൻ്റെ 2 കപ്പലുകൾ മേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചുവെന്നാണ് ചൈനയുടെ ആരോപണം. ചൈനയുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിന് അരികിലേക്ക് ഫിലിപ്പീൻസ് കപ്പൽ അപകടകരമായി വന്നുവെന്നും ചൈനീസ് കോസ്റ്റ് ഗാർഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ദക്ഷിണ ചൈന കടലിൻ്റെ മുഴുവൻ ഭാഗവും തങ്ങളുടേതാണെന്നാണ് ചൈനയുടെ അവകാശവാദം. എന്നാൽ ദക്ഷിണ ചൈന സമുദ്രത്തിൽ ചൈനയ്ക്ക് ചരിത്രപരമായ അവകാശമുയർത്താൻ കഴിയില്ലെന്ന് ഹേഗിലെ രാജ്യാന്തര തർക്ക പരിഹാര ട്രൈബ്യൂണൽ വിധിച്ചിരുന്നു. കടലിലെ വിഭവങ്ങൾ ചൈന ചൂഷണം ചെയ്യുന്നതിനെതിരെ ഫിലിപ്പീൻസ് നൽകിയ പരാതിയിലായിരുന്നു ഉത്തരവ്. ഇത് ദക്ഷിണ ചൈന കടലിൽ അവകാശവാദം ഉന്നയിക്കുന്ന ചൈനയ്ക്ക് വൻ തിരിച്ചടിയായി മാറി. എന്നാൽ ട്രൈബ്യൂണൽ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ചൈന വ്യക്തമാക്കി. 2013 പരാതിയുമായി ഫിലിപ്പീൻസ് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ട്രൈബ്യൂണലിനെ സമീപിച്ചത്. 5 അംഗങ്ങളടങ്ങിയ ട്രൈബ്യൂണലാണ് ചൈനയ്ക്കെതിരായ ഉത്തരവിറക്കിയത്. ശാന്തസമുദ്രത്തിൻ്റെ ഭാഗമാണ് ദക്ഷിണ ചൈന കടൽ. സിംഗപ്പൂരും മലാക്ക കടലിടുക്ക് മുതൽ തായ്വാൻ കടലിടുക്ക് വരെ 35 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കടൽ വ്യാപിച്ചു കിടക്കുന്നു. തിരക്കേറിയ കപ്പൽ ഗതാഗതത്തിന് പേരുകെട്ടതാണ് ഈ സമുദ്രം. അടിത്തട്ടിൽ വൻ പെട്രോളിയം നിക്ഷേപവും ഉണ്ട്. എണ്ണ, ധാതുക്കൾ, മത്സ്യസമ്പത്ത് തുടങ്ങിയവയാൽ സമ്പന്നമായ മേഖലയാണിത്. മേഖലയുടെ അതിർത്തി പുനർനിർണ്ണയിക്കേണ്ടി വരുമെന്നും ചൈനയുടെ ചരിത്രപരമായ അവകാശവാദത്തിന് നിയമപരമായ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും 474 പേജുള്ള ഉത്തരവിൽ രാജ്യാന്തര കോടതി വ്യക്തമാക്കി. 1947 മാപ്പ് കൂടി പരിഗണിച്ചാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇവിടെയുള്ള ചൈനയുടെ മെട്രോളിംഗ് ഫിലിപ്പീൻസിൻ്റെ ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തർക്കപ്രദേശം സംബന്ധിച്ച് തെറ്റായ കോടതി വിധിയാണ് രാജ്യാന്തര കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് വിധി വന്ന ശേഷം ചൈന പ്രതികരിച്ചത്. വിവിധ രാജ്യങ്ങൾ ഉൾപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ ട്രൈബ്യൂണലിന് അധികാരമില്ലെന്നും അതിനാൽ ഉത്തരവ് അംഗീകരിക്കില്ലെന്നുമാണ് ചൈനയുടെ നിലപാട്.